ഹായ് ഓൾ. അപ്പോൾ MSWൻ്റെ 001 ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന ക്വസ്റ്റ്യനാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് NASW കോഡ് ഓഫ് എത്തിക്സ് എന്നാണ്. ഇത് രണ്ടും 20 മാർക്കിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എമർജൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ. പറഞ്ഞതുപോലെ തന്നെ 20 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്? ആദ്യം തന്നെ പറയാം, ഒരു ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെയാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സോഷ്യൽ വർക്ക് പ്രൊഫഷനിലേക്ക് പോകുന്ന ഒരാളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു പഠിക്കുന്ന ഒരാൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. ഇനി എന്താണ് ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് ആരൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 2 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഒന്ന് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, IFSW. ഫുൾ ഫോം ചോദിക്കും ചിലപ്പോൾ. IFSW, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് IASSW, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്. അപ്പോൾ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കും കൂടെ ചേർന്നിട്ടാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അതിൻ്റെ ഫുൾ ഫോമിൽ വെബിൽ അവൈലബിൾ ആണ്. 2024 വർക്ക് എന്ന പേരിൽ. അതുപോലെ പ്രിൻ്റായിട്ട് സ്യൂപോളിൻ്റെ 2024 എന്നാണ് ഞാൻ പറഞ്ഞത്. 2004 കേട്ടോ വർക്ക്. സ്യൂപോള് 2004 അതിൻ്റെ അമെൻമെൻറ്റ് 2005A അവൈലബിൾ ആണ്. ഒന്നുകൂടെ പറയാം. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ is a document available in the full form on web, work 2004, and print SUPOL 2004 and amendment 2005A. This is a result of extensive process conducted by the International Federation of Social Works, IFSW, and the International Association of Schools of Social Work, IASSW. അതാണ്. ഇനി സ്യൂപോള് ഇവർ ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ചലഞ്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോലും ഇത് പെർമനൻ്റ് അല്ല, ഇതിനി മാറ്റങ്ങൾ സംഭവിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്യൂപോൾ സ്റ്റേറ്റ്സ് മെനി ചലഞ്ചസ് ഫേസ്ഡ് ഇൻ ഡെവലപ്പിംഗ് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഫോർ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് ആൻഡ് നോട്ട് ടു ബി യൂസ്ഡ് ആസ് എ ഫിക്സ്ഡ് ഓർ പെർമനൻറ്റ്. ഓക്കെ. അടുത്തത് ഈ ഇന്റർനാഷണൽ നമ്മുടെ ഡോക്യുമെന്റ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റിനെ പറ്റി ഗ്രേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ്? ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞത്? പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ഇൻഡിജിനൈസേഷൻ, യൂണിവേഴ്സലിസം, ഇമ്പീരിയലിസം എന്നീ 3 കാര്യങ്ങളാണ്. എന്താണ് ഇൻഡിജിനൈസേഷൻ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോക്കലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ദേശസാൽക്കരണം. ഒരു ഏരിയയിലെ കൾച്ചറിനോട് അനുകൂലമായിട്ട് നിൽക്കുന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നതാണ് ഇൻഡിജീനൈസേഷൻ. എപ്പോഴും പറയും, റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ റൂറൽ ഏരിയയിലുള്ള ഒരാളാണ് അതെന്ന ബോധത്തോടുകൂടി അവരിൽ ഒരാളായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ചെയ്യാൻ. അതാണ് ഇൻഡിജീനൈസേഷൻ. എന്താണ് യൂണിവേഴ്സലിസം? യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിമനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസ്. അതെല്ലാ ലോകത്ത് എവിടെ പോയാലും ഒരുപോലെയാണ്. അതുപോലെ പോവർട്ടി, ലോകത്ത് എല്ലായിടത്തും പട്ടിണി കിടക്കുന്നത് ഒരേ ദുരിതമാണ്. അതുപോലെ തന്നെ പറയാൻ പറ്റും, കാസ്റ്റൊക്കെ എല്ലായിടത്തും ഉണ്ടോ എന്നറിയത്തില്ല, എന്നാലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലേ. വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ
ഉപദ്രവിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതെല്ലാം യൂണിവേഴ്സലിസം. ഇതെല്ലാം ഒരു ടോപ്പിക്കാണ്. എല്ലായിടത്ത് പോയാലും ഒരേപോലെ സമീപിക്കേണ്ട ചില കാര്യങ്ങളാണ് യൂണിവേഴ്സലിസത്തിൽ വരുന്നത്. ഇനി ഇമ്പീരിയലിസം. എന്താണ് ഇമ്പീരിയലിസം? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ കുറേ സ്വാധീനങ്ങൾ നമ്മളിൽ ചെലുത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ബ്രിട്ടൻ്റെ ഒരു സ്വാധീനമുണ്ട്, അല്ലെ അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇത് മൂന്നും ഭയങ്കര ചലഞ്ചായിട്ടാണ് ഗ്രേ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഗ്രേ സ്റ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് വാസ് ചലഞ്ചിങ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് consideration of indigenization, universalism and imperialism, all viewed through the lens of culture. Indigenization, making social work education suitable to local culture and needs. For example, using counseling techniques that match Indian family values and community culture. Universalism, creating global standards and shared principles in social work. Creating global standards and shared principles in social work. For example, human rights, ethics, and principles of equality are universal standards. Imperialism, imposing Western ideas on other countries, ignoring local context. For example, expecting India to follow European or American social work models without considering Indian social realities. ഓക്കെ, ഇനി മണ്ഡൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 1989 പുള്ളി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ 1947 ഫ്രീഡം കിട്ടി, ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും അമേരിക്കയിലെയും UK ഒക്കെ ജേണൽസ് ഇന്ത്യൻ സോഷ്യൽ വർക്കിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പുള്ളി പറഞ്ഞു കേട്ടോ. മണ്ടേൽ 1989 സ്റ്റേറ്റ്സ് ഗ്രേറ്റ് എക്സ്പോഷർ ഓഫ് ഇന്ത്യൻ അക്കാഡമിക്സ് ടു അമേരിക്കൻ ബുക്സ് ആൻഡ് ജേണൽസ് ആഫ്റ്റർ 1947. ഇനി ഇന്റർനാഷണൽ ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ വർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആണ് ഉണ്ടാക്കിയത് അല്ലേ. ആ ഒരു ഡോക്യുമെൻ്റ് ആണ് ഉണ്ടാക്കിയത്. അപ്പം അതിനകത്ത് സോഷ്യൽ വർക്കിനെ പറ്റി ഒരു ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം യൂണിവേഴ്സലിസം ആണ്. എവിടെ പോയാലും സോഷ്യൽ വർക്കിൻ്റെ ഈ ഡെഫിനിഷൻ ആപ്ലിക്കബിൾ ആണ് എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ വർക്ക്. ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ക്ലംസി ആയിട്ട് എനിക്ക് തോന്നി, പക്ഷേ പഠിച്ചു വെക്കുന്നത് ഗുണകരമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ലൈറ്റ് ചെയ്യണം. ഏതൊരു എസ്സേയിലായാലും 20 മാർക്കിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും എഴുതി വയ്ക്കും. ഓക്കെ, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇച്ചിരി പാടാണ്, ഒന്ന് നോക്കൂ. ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പ്രൊമോട്ട്സ് സോഷ്യൽ ചേഞ്ച്, പ്രോബ്ലം സോൾവിംഗ് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് ദ എംപവർമെൻറ്റ് ആൻഡ് ലിബറേഷൻ ഓഫ് പീപ്പിൾ ടു എൻഹാൻസ് വെൽബീയിങ്. അതായത് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ചേഞ്ച്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക എന്നതും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. പിന്നെ ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവർ എംപവർ ചെയ്യുക, ടു എൻഹാൻസ് ദ വെൽബീയിങ്, അവരുടെ നല്ല നിലനിൽപ്പ് ജീവിതമൊക്കെ നയിക്കാൻ വേണ്ടി അവരെ എംപവർ ചെയ്യുക, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക, ലിബറൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയാം, ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പ്രൊമോട്ട്സ് സോഷ്യൽ ചേഞ്ച്, പ്രോബ്ലം സോൾവിംഗ് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് ദ എംപവർമെൻറ്റ് ആൻഡ് ലിബറേഷൻ ഓഫ് പീപ്പിൾ ടു എൻഹാൻസ് വെൽ-ബീയിങ്. ഇനി യൂട്ടിലൈസിംഗ് തിയറീസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ സിസ്റ്റംസ്. Social work intervenes at the points where people interact with their environments. ഇനി ഇതിനകത്ത് കുറേ തിയറീസ് വന്നിട്ടുണ്ട്. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് കുറേ തിയറീസ് വന്നിട്ടുണ്ട്. ഇതിൽ സോഷ്യൽ സിസ്റ്റമിനെ കുറിച്ച് തിയറീസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ വർക്ക് എന്ത് ചെയ്യുന്നു? ചില പോയിന്റുകളിൽ എൻവയോൺമെൻറ്റിൽ ഇടപഴകി ജീവിക്കുന്ന ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Utilizing theories of human behavior and social systems, social work intervenes at the points where people interact with their environment. പിന്നെ
പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആർ ഫണ്ടമെന്റൽ ടു സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ റൈറ്റും സോഷ്യൽ ജസ്റ്റിസുമാണ്. അത് എല്ലായിടത്തും ഒരുപോലെയല്ലേ? ഹ്യൂമൻ റൈറ്റ്സും സോഷ്യൽ ജസ്റ്റിസുമാണ് സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റിൽ പറയുകയാണെങ്കിൽ അതിൽ 9 സെൻട്രൽ ടോപ്പിക്കുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 9 സെൻട്രൽ ടോപ്പിക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എഡ്യൂക്കേഷൻ, പഠിപ്പിക്കുവാണ് നമ്മളെ. അപ്പോൾ പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സെൻട്രൽ പോയിന്റ്സ്, ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 9 ഉണ്ട്. ഒന്നാമത്തത്, ഒരു സ്കൂളിന്റെ കോർ പർപ്പസ് അല്ലെങ്കിൽ മിഷൻ എന്താണെന്നുള്ളത് അറിയണം. അത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സ്കൂളിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്കൂൾസിന്റെ കോർ പർപ്പസ് ആൻഡ് മിഷൻ എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ കാര്യം, പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഔട്ട്കം. ഇപ്പോൾ ഒരു സ്കൂൾ, സോഷ്യൽ വർക്കിന്റെ സ്കൂളിൽ തന്നെ പല പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. BSW, MSW, PG, MPhil, PhD, കുറേ കാണും. അങ്ങനെ പിന്നെ സ്പെഷ്യൽ സബ്ജക്ട്സും കാണും. സോഷ്യോളജി, സൈക്യാട്രി, MSW കൗൺസിലിംഗ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഏത് പ്രോഗ്രാമാണോ നമ്മൾ എടുക്കുന്നത്, ആ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവും ഔട്ട്കമും. ആദ്യമായിട്ട് സ്കൂളിൻ്റെ ഒരു കോർ പർപ്പസ്, അവരുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. രണ്ടാമതായിട്ട് ആ പ്രോഗ്രാമിന് ഒരു ഔട്ട്കം അല്ലെ ഒരു ഒബ്ജക്റ്റീവ് കാണും, അതെന്താണ്. ഇനി മൂന്നാമതായിട്ട് അങ്ങനെ ഒബ്ജക്റ്റീവും ഔട്ട്കമും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നിരിക്കട്ടെ, അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ചാപ്റ്റർ വൈസ് എന്താണ്, പ്രാക്ടിക്കൽസ് എന്താണ്, നമ്മൾ വല്ല ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടോ, അതെന്താണ്, അതൊക്കെ പറയുന്നതാണ് മൂന്നാമത്തത്. പ്രോഗ്രാം കരിക്കുല ഇൻക്ലൂഡിങ് ഫീൽഡ് എഡ്യൂക്കേഷൻ. ഫീൽഡ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുന്ന പ്രോഗ്രാമിന്റെ കരിക്കുലം എന്താണ്. നാലാമത്തത് കോർ കരിക്കുല. അപ്പോൾ പ്രോഗ്രാമിനകത്ത് തന്നെ കോർ കരിക്കുലം ഉണ്ട്. ആ മൊത്തത്തിൽ എന്താണ് ആ ഒരു പ്രോഗ്രാം പഠിപ്പിക്കുന്നത് എന്നുള്ള കോർ കരിക്കുലം. നാലാമത്തത്. അഞ്ചാമത്തത് എന്താണ്, ഇത് പഠിപ്പിക്കുന്ന ഒരു സ്റ്റാഫ് വേണം, പ്രൊഫഷണൽ സ്റ്റാഫ്, അതാണ് അഞ്ചാമത്തത്. ആറാമത്തത്, അത് പഠിക്കുന്നവർ, സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ്. ഇനി ഏഴാമത്തത് എന്താണ്, സ്ട്രക്ചർ, അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ് ആൻഡ് റിസോഴ്സസ്. അത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലാണ്. അതിനൊരു സ്ട്രക്ചർ കാണും, അതിനൊരു അഡ്മിനിസ്ട്രേഷൻ കാണും, അവർ നമ്മളെ ഭരിക്കുന്ന ഒരു രീതി, ഒരു ഗവേണൻസ്, നമുക്ക് തരുന്ന ഗൈഡൻസ് കാണും, അതുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് കാണും. ഇതാണ് ഏഴാമത്തെ ടോപ്പിക്. എട്ടാമത്തത്, കൾച്ചറൽ ആൻഡ് എത്നിക് ഡൈവേഴ്സിറ്റി ആൻഡ് ജെൻഡർ ഇൻക്ലൂഷൻസ്. കൾച്ചറൽ ആൻഡ് എത്നിക് ഡൈവേഴ്സിറ്റി അത് എല്ലായിടത്തും ഉണ്ടല്ലേ. അപ്പോൾ ഒരു സ്കൂള് തന്നെയാണ്, പ്രൊഫഷണൽ സ്റ്റാഫ് വേറെ ആയിരിക്കും. അപ്പോൾ ഒരേ ടോപ്പിക്ക് പഠിപ്പിക്കുന്നത് രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിലായിരിക്കും. അപ്പോൾ കൾച്ചറൽ ആൻഡ് എത്നിക് ഡൈവേഴ്സിറ്റി ആൻഡ് ജെൻഡർ ഇൻക്ലൂസീവ്നെസ്. ജെൻഡർ ഇൻക്ലൂസീവ്നെസ് എന്താണ്, ഗേൾസിനും ബോയ്സിനും ഒരേപോലെ പഠിക്കാൻ പറ്റുന്ന കരിക്കുലം ആയിരിക്കുന്നതാണ്. 9, വാല്യൂസ് ആൻഡ് എത്തിക്കൽ കോഡ്സ് ഓഫ് കണ്ടക്ട് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പാലിക്കേണ്ട എത്തിക്കൽ കോഡ്സും വാല്യൂസും ഉണ്ട്, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതാണ് 9ാമത്തെ പോയിന്റ്. ഈ 9 സെൻട്രൽ ടോപ്പിക്സും ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഡോക്യുമെന്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് സ്കൂളിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത്. രണ്ടാമത്തത് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്. മൂന്നാമത്തത് പ്രോഗ്രാമിൻ്റെ കോർ കരിക്കുലം എന്താണ്, ഫീൽഡ് വർക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളത്. നാലാമത്തത് കോർ കരിക്കുലം. അഞ്ചാമത്തത് പഠിപ്പിക്കുന്ന പ്രൊഫഷണൽ സ്റ്റാഫ്സ്. ആറാമത്തത് പഠിക്കുന്ന സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ്. ഏഴാമത്തത് സ്റ്റുഡൻസും പ്രൊഫഷണൽ സ്റ്റാഫും ചേർന്നിരിക്കുന്ന സ്ട്രക്ചർ, അഡ്മിനിസ്ട്രേഷൻ, റിസോഴ്സസ്, അതൊക്കെ. എട്ടാമത്തത് അവരിയ്ക്കുന്ന കൾച്ചറൽ ആൻഡ് എത്നിക് ഡൈവേഴ്സിറ്റി, ജെൻഡർ ഇൻക്ലൂസീവ്നെസ് ഒക്കെ. 9ാമത്തത് സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ കോഡ് ഓഫ് കണ്ടക്ട്, എത്തിക്സ് ആൻഡ് വാല്യൂസ്. ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളത്, സെൻട്രൽ ടോപ്പിക്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഇനി 4 കോൺസെപ്ഷ്യൽ ഡൊമൈൻസിനെ പറ്റി പറയുന്നുണ്ട്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റിന്റെ 4 കോൺസെപ്ഷ്യൽ ഡൊമൈൻസ്. കോൺസെപ്ഷ്യൽ ഡൊമൈൻസ് എന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്, ഒബ്ജക്റ്റീവ് എന്നൊക്കെ നമ്മൾ പല വേർഡ്സിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇൻക്ലൂഡിങ് നോളജ് ഓഫ്. ഇത് ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ അതേമാതിരി ഇങ്ങനെ എഴുതിയേക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, കോൺസെപ്ഷ്യൽ ഡൊമൈൻസ്. ഓക്കെ, ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇൻക്ലൂഡിങ് നോളജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ സോഷ്യൽ എൻവയോൺമെന്റ്.
ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് നോളജ് ഉണ്ടായിരിക്കണം. എന്തിനെ പറ്റിയാണ്? അയാൾ ഇരിക്കുന്ന എൻവയോൺമെൻറ്റിനെ പറ്റി. ആ ഇൻഡിവിജ്വൽ ഒരു കേസ് സ്റ്റഡി ആയി എടുക്കുന്നെങ്കിൽ അയാൾ ഏത് എൻവയോൺമെൻറ്റിലാണുള്ളത് എന്നതിനെ പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. രണ്ടാമത്തത്, നൗ ട്രഡീഷൻസ് കൾച്ചേഴ്സ് how traditions, cultures, beliefs, religion and customs influence human functioning and development at all level. ഒരാൾ ഇപ്പോൾ ഇരിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള 2 ഘടകങ്ങളുണ്ട്. ഒന്ന് സോഷ്യൽ എൻവയോൺമെൻറ്റ്, 2 അയാൾ വളർന്നു വന്ന ട്രഡിഷൻ, കൾച്ചർ, ബിലീഫ്, റിലീജിയൻ, കസ്റ്റംസ് എന്നുള്ളത്. ഇത് രണ്ടിനെ പറ്റിയുമുള്ള നോളജ് സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഇനി രണ്ടാമത്തത്, social work profession emphasizing development of the critically self-reflective practitioner. അതായത് ഞാൻ ഇരിക്കുന്ന സാഹചര്യം, ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് അത് ഒരുപാട് പ്രതിഫലിക്കും. അപ്പം അത് ആ ഒരു കോൺവെർസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയായിരിക്കണം ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Social work profession emphasizing development of the critically self-reflective practitioner who is able to practice within the value perspective of the profession and shares responsibility with the employee for their well-being and professional development, including the avoidance of burnout. അപ്പം ഞാൻ വളരുന്ന സാഹചര്യം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അയാളുടെ സാഹചര്യത്തിൽ പിന്നെ ഞാൻ എത്രത്തോളം ടയേർഡാണോ, എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും തന്നെ ആ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ബാധിക്കാൻ പാടില്ല എന്ന് പറയുവാണ്. മൂന്നാമത്തെ കാര്യം, മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻക്ലൂഡിംഗ് പ്രാക്ടീസ് സ്കിൽസ് ഇൻ ആൻഡ് നോളജ് ഓഫ് അസസ്മെൻറ്റ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഹെൽപ്പിംഗ് പ്രോസസ്സസ്, റിസർച്ച് ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് കേസ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി വിതിൻ സൊസൈറ്റീസ്. ഇനി സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് കുറേയധികം മെത്തേഡ്സ് ഉണ്ട്. കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി വർക്ക്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതിലെല്ലാം പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. ഇതിൽ ഇപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുവാണെങ്കിൽ അവിടെ കേസ് വർക്കാണോ, ഗ്രൂപ്പ് വർക്കാണോ, കമ്മ്യൂണിറ്റി വർക്കാണോ ഉപയോഗിക്കേണ്ടത് എന്ന് അസസ് ചെയ്യേണ്ടത് ആര് തന്നെയാണ്? സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ തന്നെയാണ് അസസ് ചെയ്യേണ്ടത്. ഏത് പ്രോസസ്സ് ആയിരിക്കും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് ഇയാൾക്ക് വേണ്ട റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം, ആ സൊസൈറ്റിക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് മെത്തേഡിനെ പറ്റി. ഓക്കെ. നാലാമത്തെ കാര്യം, ദ പാരഡിം ഓഫ് ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇൻക്ലൂഡിംഗ് റെസ്പെക്ട് ഫോർ ദ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്, interconnectedness across systems, the importance of advocacy and a focus of capacity building and empowerment, recognizing the strength and the potential of all human beings. അപ്പോൾ എല്ലാ ഹ്യൂമൻ ബീയിങ്ങും നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ആൾക്ക് അയാളുടെ അതിൻ്റെതായ ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും കൊടുക്കണം. എങ്കിൽ മാത്രമേ അയാൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. അയാളുടെ പ്രശ്നം അയാൾ തുറന്ന് സ്വന്തമായിട്ട് അയാൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അയാൾ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന നമ്മൾ ആ ക്ലയൻറ്റിന് കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും മസ്റ്റായിട്ട് കൊടുക്കണം. ഇത്രയാണ് 4 കോൺസെപ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത്രയാവുമ്പോൾ നമ്മുടെ 20 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എമർജൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ കഴിയും. നോട്ടിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യവും എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നോട്ട്സ് ആണേ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണേ. ടുഗദർ വി പാസ്, ടുഗദർ വി റൈസ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.